എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് മറാഠി സംസാരിക്കാൻ നേരത്ത് നമ്മൾ മലയാളികൾക്ക് സംഭവിക്കുന്ന ചില മിസ്റ്റേക്സ്, തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാമല്ല, ചിലത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ ആദ്യത്തത് സ്ക്രീനിൽ നോക്കൂ. എന്താ എഴുതിയിരിക്കുന്നത്? യൂസിങ് ആഹെ ഇൻസ്റ്റെഡ് ഓഫ് പാഹിജെ. നമുക്കറിയാം, ആഹെ എന്നത് ആണ്, ഉണ്ട് എന്നൊക്കെ അർത്ഥം വരാനാണ് ആഹെ എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്. പാഹിജെ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇത് നമ്മൾ പഠിച്ചതാണ് നേരത്തെ. എന്താണ് അതിൻ്റെ അർത്ഥം? വേണം, ആവശ്യമുണ്ട് അല്ലെങ്കിൽ വേണം എന്നർത്ഥം വരാനാണ് പാഹിജെ എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ തെറ്റ് എവിടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഐ വാണ്ട് വാട്ടർ. എനിക്ക് വെള്ളം വേണം. ഇത് മറാഠിയിൽ എങ്ങനെ പറയാം? നമ്മൾ നേരത്തെ പഠിച്ചതാണിത്. ഓരോ വാക്കും സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചതാണ് അല്ലേ? എനിക്ക് മല, വെള്ളം പാണി, വേണം പാഹിജെ. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് പറയേണ്ടത്. മല, പാണി, പാഹിജെ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ മറാഠി പറയാൻ പഠിക്കാൻ തുടങ്ങുന്ന മലയാളികൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ആഹെ എന്ന വാക്കാണ് പലപ്പോഴും ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത്. ആഹെ എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണ്, ഉണ്ട് എന്നൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അത് എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ തന്നെ നോക്കൂ, എനിക്ക് വെള്ളം വേണം, എനിക്ക് വെള്ളമുണ്ട്, വെള്ളമാണ് എന്നൊന്നുമല്ല നമ്മൾ മലയാളത്തിൽ പറയുന്നത്. നമ്മൾ പറയുന്നത് വെള്ളം വേണം എന്നാണ്. അപ്പോൾ വേണം എന്ന വാക്കിന് മറാഠിയിൽ പാഹിജെ എന്നാണ് പറയേണ്ടത്. അത് ആഹെ എന്നൊരു വാക്ക് കൊണ്ട് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഓക്കെ, അപ്പോൾ മല, പാണി, ആഹെ ഈസ് എ റോങ് യൂസേജ്. അതിൻ്റെ കറക്റ്റ് യൂസേജാണ് മല, പാണി, പാഹിജെ. അടുത്തത് റോങ് വേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാതെ വെറുതെ വാക്കുകൾ കൂട്ടി വയ്ക്കുന്ന ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് സെൻറ്റൻസ് ആവില്ല അല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. ഐ ഗോ ടു ദ ഷോപ്പ്. ഞാൻ കടയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഇംഗ്ലീഷ് സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഷോപ്പ് എന്നതിന് കട എന്ന് പറയുന്നു. ഐ ഗോ ടു ദ ഷോപ്പ് ഓരോ വാക്കും നോക്കുമ്പോൾ ഞാൻ പോകുക, ഷോപ്പ്. ഇങ്ങനെ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ല അല്ലേ? അതുപോലെ തന്നെ ഇങ്ങനെ മറാഠിയിലും പറയാൻ പറ്റില്ല. ഇപ്പോൾ മലയാളത്തിൽ ഞാൻ കട പോകുന്നു, അതൊരു ഓക്വേർഡ് സെൻറ്റൻസ് ഫോർമേഷനാണ് അല്ലേ? അതുപോലെ തന്നെ മറാഠിയിൽ ഒരു റോങ് യൂസേജ് ഉണ്ട്. നമ്മൾ സാധാരണ വാക്കുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് നോക്കാറ്. അതിലേക്ക് ഉള്ള പ്രിപ്പോസിഷനോ അതിൻ്റെ പ്രോപ്പർ സെൻറ്റൻസ് ഫോർമേഷനോ തെറ്റിക്കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് കറക്റ്റ് ആവില്ല. നമുക്കിതിൻ്റെ റോങ് യൂസേജ് ഇൻ മറാഠി ആൻഡ് കറക്റ്റ് യൂസേജ് നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വാക്കിനെയും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂസേജ് എങ്ങനെ വരും? മീ ദുക്കാൻ ജാത്തോ. മീ ഞാൻ, ദുക്കാൻ കട, ജാത്തോ പോകുന്നു. അപ്പോൾ അത് ഞാൻ കട പോകുന്നു, അതൊരു റോങ് സെൻറ്റൻസ് സ്ട്രക്ചറാണ്. ഇവിടെ നമുക്ക് കടയിലേക്ക് എന്ന ഒരു പ്രിപ്പോസിഷൻ ആഡ് ചെയ്യണം. അതിന് മറാഠിയിൽ ദുക്കാനാത്ത് അല്ലെങ്കിൽ ദുക്കാൻ മധ്യേ എന്നുള്ള ആ ഒരു വേർഡ് ആഡ് ചെയ്യണം. പ്രിപ്പോസിഷൻ്റെ ക്ലാസ്സിൽ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റോങ് യൂസേജും കറക്റ്റ് യൂസേജും പറഞ്ഞു തരാൻ നേരത്ത് നിങ്ങളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വേർഡ്സ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ ചെയ്താൽ മാത്രം പോരാ, അതിലേക്കുള്ള കൺജങ്ഷൻസും പ്രിപ്പോസിഷൻസും എങ്ങനെ യൂസ് ചെയ്താലാണ് സെൻറ്റൻസ് കറക്റ്റ് ആവുക എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മീ ദുക്കാൻ ജാത്തോ എന്നതൊരു റോങ് യൂസേജും അതിൻ്റെ കറക്റ്റ് യൂസേജാണ് മീ ദുക്കാനാത്ത് ജാത്തോ. മനസ്സിലായില്ലേ? ഇനി അടുത്ത കോമൺ മിസ്റ്റേക്കാണ് ഫോർഗെറ്റിംഗ് ജെൻഡർ. ഞാൻ ഇതും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബേസിക് ഗ്രാമറും ഫൗണ്ടേഷൻ ക്ലാസ്സുകളെല്ലാം നേരത്തെ നമ്മുടെ മുമ്പത്തെ 40-45 ക്ലാസ്സസിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറാഠിയിൽ വെർബ് യൂസേജ് ജെൻഡറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന വെർബ്, ക്രിയാപദം, അതിൻ്റെ യൂസേജ്
പെൺകുട്ടിക്ക് അനുസരിച്ച് പെൺകുട്ടിക്ക് വേണ്ടി വേറെ വാക്കായിരിക്കും, ആൺകുട്ടികൾക്ക് വേണ്ടി വേറെ വാക്കായിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾക്ക് മലയാളികൾക്ക് നമ്മൾ പൊതുവേ നമ്മളങ്ങനെ എല്ലാ കാര്യത്തിലും അങ്ങനെ നമ്മൾ എല്ലാ വേർഡ്സും ജെൻഡർ യൂസേജ് അനുസരിച്ച് മാറ്റാറില്ല. ഇംഗ്ലീഷിലും അങ്ങനെ പ്രത്യേകിച്ച് മാറാറില്ല. അതുകൊണ്ട് തന്നെ മറാഠിയിൽ അങ്ങനെ മാറ്റി പറയണം എന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ചില സമയത്ത് വരാറുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പോയി, അതിപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഞാൻ പോയി എന്നത് ഞാൻ പോയി എന്ന് മാത്രമാണ്. ആ പോയി എന്നതിന് വെർബാണ്, ആക്ഷൻ വേർഡാണ്. അതിനെ നമ്മൾ സബ്ജക്റ്റ് പെണ്ണാണോ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നോക്കിയിട്ട് മാറ്റാറില്ല. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ, ഐ വെൻറ്റ് എന്ന് മാത്രമേ പറയുള്ളൂ അല്ലേ. പക്ഷേ മറാഠിയിൽ അത് മാറും. മറാഠിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ഞാൻ പോയി എന്ന് പറയുന്നത് എങ്കിൽ അവിടെ മീ ഗേലേ എന്ന വാക്ക് വേണം ഉപയോഗിക്കാൻ. ആൺകുട്ടിയാണ് അത് പറയുന്നതെങ്കിൽ മീ ഗേലോ എന്ന വാക്ക് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഇവിടെ റോങ് യൂസേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഫീമെയിലാണ് പറയുന്നത് ഞാൻ പോയി, അപ്പോൾ മീ ഗേലോ എന്ന് പറയുന്നത് റോങ് യൂസേജാണ്. ഗേലോ എന്ന വാക്ക് പോയി എന്ന് സൂചിപ്പിക്കാൻ ആൺകുട്ടികളാണ് ഗേലോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ മീ ആരാണ്? ഒരു ആൺകുട്ടിയാണ്. പക്ഷേ നമ്മൾ പറയുന്നത് ഒരു പെൺകുട്ടിയാണ് ഇത് സംസാരിക്കുന്നതെങ്കിൽ മീ ഗേലേ എന്ന് വേണം പറയാൻ. ഇത് നമ്മൾ പലപ്പോഴും നമുക്ക് മലയാളികൾക്ക് മറാഠി പറയാൻ നേരത്ത് തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് ആരാണ്? സ്ത്രീയാണോ പുരുഷനാണോ? അതിപ്പോൾ ജീവനുള്ള ഒരു സന്ദർഭം ഒരു സബ്ജക്റ്റ് ആയിരിക്കാം, ജീവനില്ലാത്ത സബ്ജക്റ്റുമായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു പുസ്തകം, അതിന് ജീവനില്ല, പക്ഷേ അതിനും ഒരു ലിംഗ് ഉണ്ട്. ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ജെൻഡർ ഉണ്ട്, സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഒരു സബ്ജക്റ്റ് ഉപയോഗിച്ച് പറയുന്ന സെൻറ്റൻസിലെ ക്രിയാപദത്തിനെ മാറ്റിക്കൊണ്ടുവരാൻ. അത് വിത്ത് പ്രാക്ടീസ് നമുക്ക് വരും. ഇവിടെ ഇപ്പോൾ സിമ്പിൾ ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സാധാരണ നമുക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജെൻഡറിൻ്റെ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കൂ കേട്ടോ. അടുത്തത് റോങ് പ്ലൂറൽ യൂസേജ് എന്ന് പറഞ്ഞാൽ എല്ലാ വാക്കുകൾക്കും സിംഗുലറും പ്ലൂരലും യൂസേജ് ഉണ്ട് അല്ലേ. ഇപ്പോൾ എല്ലാ ആളുകൾക്കും ആയാലും അതെ, സാധനങ്ങൾക്കായാലും അതെ, ഒന്നിൽ കൂടുതൽ സാധനം, ഒരു സാധനം ഒന്നിൽ കൂടുതൽ സാധനം, അല്ലെങ്കിൽ ഒരു ആൾ ഒന്നിൽ കൂടുതൽ ആളുകൾ. ഓക്കെ, പക്ഷേ നമുക്ക് മറാഠിയിൽ അങ്ങനെ തന്നെയാണ്, അതിനനുസരിച്ചുള്ള വാക്കും മാറും. അത് ആ ഒരു യൂസേജാണ് നമ്മൾക്ക് പല പ്രാവശ്യവും തെറ്റിപ്പോണത്. അപ്പോൾ നമ്മൾ ഒരു വാക്ക് ഒന്നിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് ഒരു വാക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ആള് എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയാൻ മാണൂസ് എന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നാൽ അതിൻ്റെ ആ വാക്കിനെ എങ്ങനെ മോഡിഫൈ ചെയ്യണം അത് ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ 2 persons എന്ന് നമുക്ക് പറയണം. അപ്പോൾ അതിന് മലയാളത്തിൽ എങ്ങനെയാണ് പറയുക? 2 ആളുകൾ. ഓക്കെ, മറാഠിയിൽ നമുക്കറിയാം പേഴ്സൺ അല്ലെങ്കിൽ ഒരു ആൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാണൂസ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ 2 persons, more than 1 person എന്ന് പറയാൻ ദോൻ മാൺസ് എന്ന് വേണം പറയാൻ. അവിടെ മാൺസ് എന്നാണ് പറയുക, മാണൂസ് എന്നല്ല പറയുക, മാൺസ് എന്ന് വേണം പറയാൻ. അപ്പോൾ ദോൻ മാണൂസ് എന്നതൊരു റോങ് യൂസേജാണ്. ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ദോൻ മാൺസ് എന്ന് വേണം പറയാൻ, 2 ആളുകൾ. ഓക്കെ, അടുത്തത് നമുക്ക് സംഭവിക്കുന്നത് പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്സ് ആണ്. നമ്മൾ പലപ്പോഴും ഹിന്ദി വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ മറാഠിയിൽ യൂസ് ചെയ്യാൻ നോക്കും. എഴുതാൻ സമയത്ത് വാക്കുകൾ ഒരേപോലെ ആയിരിക്കും തോന്നുക, പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മറാഠിയിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മറാഠി ലോക്കലൈറ്റ്സ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയാം. വെള്ളം എന്നതിന് ഹിന്ദിയിൽ പാനി എന്നാണ് പറയുക. പക്ഷേ എഴുതുമ്പോൾ മറാഠിയിലും പാനി എന്നാണ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുമ്പോൾ പാനി എന്ന് തന്നെയാണ് എഴുതുക. പക്ഷേ അത് പറയാൻ നേരത്ത് പാണി, ആണി എന്ന് പറയുന്ന അതിൻ്റെ എന്ന ഉച്ചാരണം വേണം വരാൻ. പാണി എന്ന് വേണം ഉച്ചാരണം വരാൻ, പാനി എന്നതല്ല. അത് ഒരു തെറ്റാണ് നമുക്ക് പറ്റുന്നത്. അതുപോലെ
പോകുന്നു എന്നതിൻ്റെ മറാഠി വാക്ക് എന്താണ്? ജാത്തോ. നമ്മൾ എഴുതാൻ നേരത്ത് ജാത്തോ എന്നാണ് എഴുതുക. ജാത്തോ. ഒരാൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ ജാത്തോ എന്നും, പെൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ ജാത്തേ എന്നും നമ്മൾ സാധാരണ മലയാളികൾ അങ്ങനെയാണ് ഉച്ചരിക്കാറുള്ളത്. പക്ഷേ അത് തെറ്റാണ്. കറക്റ്റ് യൂസേജ് ജാത്തോ എന്നും ജാത്തേ എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ആ പ്രൊനൗൺസിയേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രം. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യാനും ഇത് ഉപകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരുമായിട്ട് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. പിന്നെ ഇതുവരെ നമ്മളൊരു 46 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തു മറാഠി ലെസൺസിനെ കുറിച്ചിട്ട്. ഇനി പുതുതായിട്ട് നിങ്ങൾക്ക് എന്താണ് അറിയാൻ താല്പര്യമെന്ന് എന്നോട് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവയെക്കുറിച്ച് അടുത്ത വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ until we see next time, keep learning, happy learning.